ഇനി മറ്റു ചില വാർത്തകളിലേക്ക് പോകുന്നു. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത, ഇടുക്കിയിൽ ചിന്നക്കനാലിൽ 301 കോളനിയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം. വീണ്ടും നിരവധി സാധന സാമഗ്രികളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ചക്കക്കൊമ്പൻ എന്ന് നാട്ടുകാർ തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ബിനീഷ്, എപ്പോഴായിരുന്നു ആക്രമണം? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ വിവരങ്ങൾ? ജിംഷാദ്, രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. ചിന്നക്കനാൽ 301 കോളനിയിലായിരുന്നു ഒരു വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചത്. ഗോപിനാഥന്റെ വീടാണ് തകർത്തത്. ഈ ചക്കക്കൊമ്പൻ ആണ് വീട് തകർത്തതെന്നാണ് ഈ ആദിവാസി കുടുംബങ്ങൾ പറയുന്നത്. ഈ മാസങ്ങൾക്ക് മുമ്പ് ആനയിറങ്ങൽ ജലാശയത്തിൽ വെള്ളം മുറിഞ്ഞു മരിച്ച ഗോപിനാഥന്റെ കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വീട്ടിലുള്ളവർ അടിമാലിക്ക് പോയിരുന്നതാണ്. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി നമുക്ക് പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ചക്കക്കൊമ്പൻ ബിയൽറാവു ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിൽ തമ്പടിച്ചിരിക്കുകയാണ്. പന്നിയാറിൽ റേഷൻ കട തകർത്ത ശേഷം ഇവിടുന്ന് വീണ്ടും സമീപ പ്രദേശമായ സിംഗടത്ത് തന്നെയായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രി ഈ 301 കോളനിയിലെത്തി ഈ വീടിന് നേരെ ആക്രമണം നടത്തി. അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ വീട് ഏതാണ്ട് ഭാഗികമായി അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായും നിമിഷം അത്തരത്തിലാണ് വീടിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം വീടിന്റെ ഭാഗികമായും അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ തകർന്നു എന്ന് തന്നെ പറയാം. കാരണം വീട്ടിലെ ഉപകരണങ്ങളെല്ലാം തന്നെ ഈ ഭിത്തി തകർന്ന താഴെ വീടിന്റെ ഉപകരണങ്ങളെല്ലാം തന്നെ നശിച്ചു എന്ന് തന്നെയാണ് ആദിവാസി കുടുംബങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മേഖലയിൽ ഇന്നലെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 18ഓളം ആനകൾ ഈ സൂര്യനെല്ലി മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ്. കുഞ്ഞുങ്ങളടക്കം 18ഓളം ആനകൾ തമ്പടിച്ചു എന്നതാണ് നമുക്ക് ഈ വനപാലകളിൽ നമുക്ക് ഇന്നലെ കിട്ടിയ ഒരു വിവരം. ഏതായാലും ഈ വേനൽ കനത്തതോടെ വന്യമൃഗങ്ങൾക്ക്, അത് കാട്ടാനടക്കമുള്ള മൃഗങ്ങൾക്ക് രാത്രിയിൽ അല്ലെങ്കിൽ രാത്രി പകലെന്ന വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നീട് ഉയർത്തുന്ന വലിയൊരു പ്രതിസന്ധി പറയുമ്പോൾ കാട്ടുതീയാണ്. കാട്ടുതീ മൂലം ഈ മൃഗങ്ങളൊന്നും കാട്ടിൽ നിൽക്കാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചക്കക്കൊമ്പന്റെ ഒരു ആക്രമണം ഇപ്പോൾ ഈ അരിക്കൊമ്പന് ശേഷം. ശരി ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.